മമ്മൂട്ടിയുടെ പടം ഞാൻ 2013 സൈലൻസ് കണ്ടിട്ട് ഞാൻ വെറുത്തു പോയതാണ്. അന്നത്തോട് ഞാൻ തീരുമാനിച്ചാണ് തിയേറ്ററിൽ ഇനി മമ്മൂട്ടിയുടെ പടങ്ങൾ കാണണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്താണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഷൈലോക്ക് അവിചാരിതമായിട്ടൊന്ന് കണ്ടുപോയി. ഞാൻ തിയേറ്ററിലിരുന്ന് തെറിയുടെ പൂരമായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള സീനിയർ ആക്ടേഴ്സ് വർഷത്തിൽ 2 പടം ഇറക്കിയാൽ മതി. പക്ഷേ ആ 2 പടം മാസമായിരിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളായിരിക്കണം. യെസ്, മമ്മൂട്ടി ചേഞ്ച് ചെയ്തു, പക്ഷേ ഇതുവരെ ഒരു 100 കോർ ക്ലബ്ബിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഞാൻ പറയുമോ അതോ ജോസ് പറയുമോ? അതെ, ജോസ് പറയും. ഈ പടം 100 കോടിയുടെ മേലെ കടക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ 72-ാം വയസ്സിൽ എന്നതാ ഒരു ഇത് കാല് പൊങ്ങൂല്ലാത്ത സ്കൂളിംഗ് ക്ലാസ് മാത്രം വെച്ച് മാസ് കാണിക്കുന്ന പല നടന്മാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഒരു അപവാദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടി, അടിയോടടി, കിണ്ണം കാച്ചി അടി. വൈശാഖ് ബ്രാൻഡഡ് മൂവി. വൈശാഖിൻ്റെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു സ്റ്റഫുള്ള ഒരു സംവിധായകനാണ്. ഒരു നിമിഷം പോലും നമുക്ക് കണ്ണെടുക്കാൻ കഴിയില്ലാത്തതാണ്, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ലാത്തതാണ്. പിന്നെ ഈ മൂവിയുടെ മേക്കിംഗ് തന്നെ, എഡിറ്റിങ് എല്ലാം പക്കയായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ കോർഡിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തതാണ്. ആക്ഷൻ എല്ലാം. ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. അടി തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും തോന്നിപ്പിക്കുന്ന, അതായത് വലിയതെന്തോ വരാൻ പോകുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാസ് ആക്ഷൻ ചെരുവുകളൊക്കെ വൈശാഖ് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ സൗണ്ടുകൾ, ചെറിയ ചെറിയ ഷോട്ടുകൾ, അതിൻ്റെ ആ സൈലൻസ്, റോറിങ് സൗണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 100% ആക്ഷൻ മൂവിയാണ്. ടർബോ എഞ്ചിൻ ചാർജ് ആവുന്ന ഒരു മ്യൂസിക് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞ അടിയാണ്. ഇതിൻ്റെ ആക്ഷൻ ചെയ്തേക്കുന്നത് ഫ്യൂണിക്സ് ബാബുവാണ്. ഒരു ഫസ്റ്റ് പള്ളി പെരുന്നാളിന് ഒരു അടി തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊരു മെഗാ ഷോ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ അടി തുടങ്ങുമ്പോൾ ആ മെഗാ ഷോ എന്ന് പറയുന്ന ബോർഡ് സിംബോളിക്കലി കാണിക്കുന്നുണ്ട്. അതെ, അതിനെ അർത്ഥാക്കുന്നത് ഇനി അങ്ങോട്ട് അടിയുടെ മെഗാ ഷോ തന്നെയായിരിക്കും, അടിയുടെ പൂരം തന്നെയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മെറ്റീരിയൽ ഫൈറ്റിങ്. നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ടൊരു ആയുധം അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സാധനം ഇല്ല എങ്കിൽ പോലും അപ്പോൾ കിട്ടുന്ന അപ്പോഴത്തെ സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ഫൈറ്റ്, അത് കിടിലമായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഓഫ് കോഴ്സ് വില്ലൻ രാജ്ബി ഷെട്ടി. 90s നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് നായകനേക്കായും കൂടുതൽ വില്ലന് വിത്ത് BGM, നായകനേക്കായും കൂടുതൽ സുപ്രീമസി ഉള്ള വില്ലന്മാരുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ FIR, പം പപ പം പപ പം പപ പം. പിന്നെ അതേപോലെ തന്നെ ഹൈവേ. ഈ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ സംസ്ഥാനത്ത് പോയിട്ട് അവരുടെ സിനിമകൾ പോലും റിലീസ് മാറ്റി വയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർബോ മൂവി, അതായത് നായകനേക്കായും കൂടുതൽ വലിയ സുപ്രീമസി ഉള്ള വില്ലൻ എന്നുള്ള രീതിയിൽ അടിപൊളിയായിട്ടാണ്. നായകനേക്കായും മതിച്ച ഇൻട്രോയാണ്, നായകനേക്കായും മതിച്ച BGM ആണ്. ആ ട്രീറ്റ്മെൻറ്റ് തന്നെ നല്ല 90s ആ ഒരു കാലഘട്ടത്തെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ അത് പോയേക്കണത്. വിത്ത് BGM ഒരു രക്ഷയില്ല. നായകനെ കൂടുതൽ വില്ലനാണ് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. അതിലെ ക്യാമറ, അത് വിഷ്ണു ശർമ്മയാണ് ചെയ്തേക്കുന്നത്. വെറുതെ കമ്പ്യൂട്ടർ നോക്കുന്ന രംഗം പോലും അടിപൊളിയായിട്ട് ഇൻസ്റ്റാ റീലുകളിലാണ് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് എഫക്റ്റുകളൊക്കെ കാണുന്നത്. അതിനേക്കാളും സൂപ്പറായിട്ടാണ് ഇതിൻ്റെ അകത്ത് ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രെയിലറിൽ കാണുന്ന പോലെ വില്ലൻ വന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കടലാസുകൾ, നോട്ടീസുകൾ ഇങ്ങനെ പൊങ്ങി പറക്കും. ആ നോട്ടീസ് ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്ലേഡ് വെച്ചിട്ട് കീറിപ്പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അത് നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് ആയിട്ട് വിഷ്ണു ശർമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇൻ്റർവെല്ലിനെ ഒരു കിടിലൻ പഞ്ച് അവിടെ നിർത്തിയിട്ടാണ് ഇതുവരെ ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ആ പഞ്ചിൽ ആ സീൻ ഇതുവരെ മലയാള സിനിമ അങ്ങനത്തെ രീതിയിൽ ക്യാമറ ട്രീറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരികയാണ്. അത്ര നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. സ്പിൻ ഓഫ് എന്നുള്ള ഒരു രീതിയിലൊക്കെ പറയാൻ പാകത്തിനുള്ള ഒരു സ്പിന്നിങ് എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള ഒരു ഷോട്ടാണത്. അതെല്ലാം എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ഒന്നോടൊന്ന് കാണേണ്ടി വരും പുള്ളിയുടെ എഡിറ്റിങ്ങും മനസ്സിലാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ KGFനേക്കായി നല്ലൊരു സൂപ്പർ എഡിറ്റിംഗ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശങ്കർ നായസാണ്. സമീപകാലം ഒരു ട്രെൻഡിങ് ആണ്, ആക്ഷൻ മൂവികളുടെ ഒരു ട്രെൻഡിങ് ആണ്. പഴയ പാട്ടുകൾ അല്ലെങ്കിൽ പഴയ വേറെ ഏതെങ്കിലും ഒരു പാട്ടുകളൊക്കെ എടുത്തിട്ടിട്ട് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഇടി നടന്നുകൊണ്ടിരിക്കുക. വലിയ സമാധാനം. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ളൊരു പരിപാടി ഇല്ല. ഒരു ബോറ് പരിപാടിയാണ്. പല സിനിമയിലും ആയി തുടങ്ങിയത്. അതൊരു ബോറ് പരിപാടിയാണ്. ഇത് അതിൻ്റെ
നല്ല കിടിലൻ മ്യൂസിക്കും വിത്ത് നല്ല അടിയുടെ ഒരു കിണ്ണം കാച്ചി അടിയുടെ എല്ലാ എഫക്റ്റും കറക്റ്റായിട്ട് സൗണ്ട് ഡിസൈൻ ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വില്ലൻ്റെ BGM സിത്താറും റോക്ക് മ്യൂസിക്കും കലർന്നിട്ടുള്ള ഒരു അടിപൊളി സാധനമുണ്ട്. അതും അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. നല്ല കിടിലൻ സൗണ്ട് ഡിസൈനാണ് ഇതിൻ്റെ. പിന്നെ സ്റ്റോറി, മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്റ്റോറി ഒരു രക്ഷയില്ല. ഓരോ ക്യാരക്ടേഴ്സിനും എവിടെയൊക്കെയാണോ ഈ ബിഗ് ഗെയിമിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് അതൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എന്താണോ പ്ലോട്ട് അതിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് മസാലമാരി തേങ്ങാപ്പീരമാരി ഇങ്ങനെ കുത്തി നിറച്ചിടാമായിരുന്നു. പക്ഷേ എന്ത് പ്ലോട്ടാണോ അതിൽ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പക്കയായിട്ട് റൈറ്റിങ് മിഥുൻ മാനുവൽ തോമസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിംഗ്, ഇതൊരു എക്സ്ട്രീം വയലൻസ് കണ്ടൻറ്റാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ ശരിക്കും പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചോരക്കളി ഒരുപാടുണ്ട്. പിന്നെ എക്സ്ട്രീം വയലൻസ് കണ്ടൻറ്റുകൾ 1-2 ഷോട്ടുകളിലുണ്ട്. അപ്പോൾ മലമൂട്ടിൽ, ഇടുക്കിയിൽ കിടക്കുന്ന മലമൂട്ടി കിടക്കുന്ന ജോസ് ചെന്നൈയിലെത്തുന്നു. ഓഫ് കോഴ്സ് പൊളിറ്റിക്സ്, പവർ, മണി എന്നിവയും കൊണ്ടൊക്കെ കളിക്കുന്ന അവർ ഓർത്ത് കാണില്ല ഉരുൾപൊട്ടനോടും കാട്ടുമൃഗങ്ങളോടും കാട്ടാനകളോടും ഒക്കെ ഡു ഓർ ഡൈ പരിപാടി നടത്തുന്നവനാണ് ജോസ് എന്ന്. അവിടെ അവർക്ക് പണി പാളി. അതേപോലെ തന്നെ നെഗറ്റീവ് എനിക്ക് പറയാനാകെ 1-2 നെഗറ്റീവാണ് തോന്നിയിട്ടുള്ളൂ. ക്യാരക്ടറല്ല, അവസാനത്തെ കാർ ചേസിങ്ങിൽ ഒരു റാപ്പ് സോങ് കയറ്റിയിട്ടുണ്ട്, ഇംഗ്ലീഷ് റാപ്പ് സോങ്. അതൊരു മിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സോക്കോൾഡ് എല്ലാ പടത്തിലും ഉണ്ടാവുന്ന പോലെ തോക്ക് എത്രണ്ണം ഉണ്ടായി കഴിഞ്ഞാലും ഫേസ് ടു ഫേസ് ഫൈറ്റിംഗ് ആണ് അവസാനം വരുള്ളൂ. അത് സ്വാഭാവികമായിട്ട് എല്ലാ ആക്ഷൻ പടങ്ങളിലും ഉള്ള കാര്യമാണ്. ഈവൻ KGF പോലും ഉള്ളതാണ്. അത്യാവശ്യ സമയത്ത് തോക്ക് വർക്ക് ചെയ്യില്ല രമണ. പിന്നെ പെര വിഴുങ്ങാൻ വരുന്ന അന്തകനെ കഥക് വെറും ഒന്നും അല്ല എന്ന് പറയുന്ന മാതിരി പാട്ടിൽ കിട്ടില്ല ആക്ഷൻ മൂവിയാണ്. അതിൻ്റെ അടുത്ത് ഈ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും അല്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇത് 100%-ൽ ഒരു 70% സ്ക്രീൻ ടൈമും ആക്ഷൻ മൂവിയാണ്. കിട്ടില്ലൻ സാധനമാണ്, ഒരു രക്ഷയില്ല. നിങ്ങളത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തേ മതിയാവൂ. സോ വെടിയും പുകയും ഒക്കെ അടങ്ങിക്കഴിയുമ്പോൾ അവിടെയാണ് വീണ്ടും വേറൊരു ഡിസ്റ്റ്. മക്കൾ സെൽവൻ വിജയ് സേതുപതി വരുമായിരിക്കും സെക്കൻഡ് പാർട്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഡിറ്റക്റ്റീവ് അഗ്രോസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം സീരീസ് വരുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.